നമസ്കാരം. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് കരുതിയ CPM-ന്റെ കാരണഭൂതന്മാരെ പൊളിച്ചടുക്കി ജി സുധാകരൻ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ധാർഷ്ട്യത്തിന് നേരെ കാറിത്തുപ്പുകയാണ് അദ്ദേഹം. CPM-നെ കാർന്ന് തിന്നുന്ന കുടുംബാധിപത്യത്തിന്റെ നെറുകയിൽ തന്നെയാണ് സുധാകരന്റെ ചാട്ടുളി വാക്കുകൾ ചെന്ന് പതിക്കുന്നത്. അംഗത്വം പുതുക്കാതെ CPM-ൽ നിന്നും വഴിപിരിഞ്ഞ് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ജി സുധാകരൻ തീരുമാനിച്ച സമയത്ത് പാർട്ടിക്ക് ഞെട്ടലായിരുന്നു. വിപ്ലവ ഭൂമിയായ പുന്നപ്രയിൽ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് സുധാകരനെ പോലെ ഒരാൾ സ്വതന്ത്ര വേഷത്തിലാണ് എങ്കിലും UDF-ന് കൈ കൊടുത്തത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെല്ലാം തന്നെ അമ്പരപ്പോടെ നോക്കൂ. ഒടുവിൽ CPM സ്ഥാനാർത്ഥി H. സലാമിനെ നിലം പരിശാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയാണ് സുധാകരൻ. CPM സംഘടനാ സംവിധാനവും സുധാകരന്റെ മികച്ച പ്രതിച്ഛായയും ഇവ തമ്മിലായിരുന്നു മത്സരം. മികച്ച ഭരണാധികാരി എന്ന സൽപ്പേരും സുധാകരനെ തുണച്ചു. പാർട്ടിയിൽ നിന്നും ഉൾപ്പെടെ വോട്ട് ചോർന്നു. പ്രചരണകാലത്ത് അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ വിവാദമായി എങ്കിലും അതൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചില്ല. ഇവിടുത്തെ വോട്ട് ചോർച്ച വരും ദിവസങ്ങളിൽ CPM-ൽ വലിയ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പ്. പ്രായപരിധി പറഞ്ഞുകൊണ്ട് നേതാക്കളെ മത്സര രംഗത്ത് നിന്നും മാറ്റരുത് എന്ന അഭിപ്രായക്കാരനായിരുന്നു സുധാകരൻ. പിണറായി വിജയന് ബാധകമല്ലാത്ത പ്രായപരിധി തനിക്ക് മാത്രം എങ്ങനെ ബാധകമാകുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. 75 വയസ്സായതിനാൽ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. അതോടുകൂടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി. ഒന്നാം പിണറായി സർക്കാരിലെ മികച്ച മന്ത്രി എന്ന പേര് നേടിയിട്ട് പോലും 2021-ൽ മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തിയത് സുധാകരനെ ആലോചനപ്പെടുത്തിയിരുന്നു. അതിലുള്ള പ്രതിഷേധം പ്രത്യക്ഷമായും പരോക്ഷമായും അദ്ദേഹം പലതവണ പ്രകടിപ്പിച്ചതുമാണ്. പാർട്ടി ജില്ലാ നേതൃത്വവുമായി അദ്ദേഹം ഒട്ടും തന്നെ രസത്തിലായിരുന്നില്ല. ചില പ്രാദേശിക നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. സുധാകരന്റെ വാക്കുകളിലേക്ക്. 6 മാസം മുമ്പേ തന്നെ ഞാൻ ആലോചിച്ചു തുടങ്ങിയതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വല്ലാത്തൊരു ഗവേഷണം നടത്തി പിന്നീട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ഗവേഷണങ്ങളും എവിടെ എത്തിയെന്നപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എന്നെ പറ്റി ഇത് പറയുകയാണ്. അതിൽ എത്രമാത്രം അബദ്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആരോടും ആലോചിച്ചില്ല. ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടിംഗ് കോമ്പൻസേഷൻ അറിയാം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇന്ന് കേന്ദ്രാധികാരത്തിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലെങ്കിലും ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടിയാണ്. അത് CPM-ൻ്റെ രേഖകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. അവർക്ക് വർഗീയതയില്ല. അപ്പോൾ ആ മതനിരപേക്ഷ പാർട്ടിയായ കോൺഗ്രസ് എനിക്ക് പിന്തുണ, കോൺഗ്രസ് നയിക്കുന്ന UDF എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. 101% അവർ മതനിരപേക്ഷ പ്രസ്ഥാനം. 101%. ആ പേര് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ നിലപാടും ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പൊതു സമീപനത്തിന് അനുരോധമായിട്ടുള്ളതാണ്. യാതൊരു വർഗീയതയും അവർ വോട്ടിങ്ങിൽ കാണിക്കാറില്ല. അമ്പലപ്പുഴ പ്രത്യേകിച്ച് രാഷ്ട്രീയ വോട്ടാണ്. ഞാൻ എന്ന് ആലപ്പുഴയിലെ 27 വാർഡുകൂടി ചേർന്ന് അമ്പലപ്പുഴയിൽ മത്സരിച്ചോ അന്നെല്ലാം എനിക്ക് സക്കരിയ ബസാർ, അതുപോലെ തന്നെ ലജനത്ത്, സിവിൽ സ്റ്റേഷൻ, അങ്ങനെ കുറേ 10-14 വാർഡുണ്ട് അവിടെ. ന്യൂനപക്ഷ മുസ്ലിം ജനത ഒന്നിൽ 95%. ടോട്ടലായിട്ട് ഈ 14 ബൂത്ത് എടുത്താൽ ഏകദേശം 70%. അവിടെ എല്ലാം എനിക്ക് 2015-ലും 2014-ലും ഭൂരിപക്ഷമായിരുന്നു. ഇപ്പോഴും 1200 ചില്ലുമാണ് വോട്ടാണ് ആ 14 വാർഡ് ബൂത്ത് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആലപ്പുഴ ടൗണിൽ നിനക്ക് 7300 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇത് കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വർഗീയത ഇവിടെയല്ല, രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അവരെയൊക്കെ വിശ്വസിച്ചാണ് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് അടം ലീഗ് അടങ്ങുന്ന UDF-ൻ്റെ പിന്തുണ വന്നപ്പോൾ എനിക്ക് വളരെ ശക്തമായി ഒരു പരിരക്ഷയായി, ഒരു തണലായി. എല്ലാ പ്രവർത്തനങ്ങളും അവരാണ് നടത്തിയത്. പൈസയൊക്കെ ചിലവാകുമല്ലോ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ ചിലവഴിച്ച് ഞാനായിരിക്കും ഈ ഇലക്ഷൻ. ഏറ്റവും കുറച്ച് പൈസ, അതിന് 70%-ലേറെയും ചിലവഴിച്ചത് കോൺഗ്രസ് തന്നെയാണ്. എൻ്റെ കൈ കിട്ടിയത് മാത്രം ഞാൻ അങ്ങോട്ട് കൊടുത്തു. വളരെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തമായ പിന്തുണയോടുകൂടി ഉറപ്പായിട്ട് ജയിക്കുമെന്നറിയാം. അത് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്തൊക്കെ പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ
മാധ്യമങ്ങളിൽ ചിലർ കൊടുത്തു, ചിലർ ടെലിവിഷനിൽ കൊടുത്തു, ചിലർ സന്തോഷിച്ചു, ഇതൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ഇനിയും ഞാൻ കണ്ണശ എഴുതുമെന്നാണ് പറയുന്നത്. 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച എന്നെപ്പറ്റി ഇതുവരെ പാർട്ടിയിൽ ആർക്കുമില്ലാത്ത ഒരു കണ്ണശ എഴുത്ത്. നാട്ടുകാർ മാപ്പ് കൊടുക്കുമോ? ഇവിടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും. കാരണം രാഷ്ട്രീയക്കാരൻ്റെ ജോലി അനാവശ്യങ്ങൾ പറയലല്ല, അനാവശ്യങ്ങൾ കണ്ടുപിടിക്കലല്ല, രാഷ്ട്രീയത്തായ കാര്യമായി കൈകാര്യം ചെയ്യണം. അതൊക്കെ പോയി. നിയന്ത്രിക്കാൻ ആരുണ്ട്? ആരെങ്കിലും നിയന്ത്രിക്കാനുണ്ടോ? കന്നാലുകളെ അഴിച്ചുവിട്ട പോലെ അങ്ങ് നടക്കുകയല്ലേ ഓരോ പാർട്ടി പ്രവർത്തകർ. അവർക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് തോന്നുന്നത് അതാണോ കമ്മ്യൂണിസം? സുധാകരനോ? സുധാകരന് ഒരു പരിഗണനയില്ല. ഇതാരാ പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ഒരു പരിഗണനയില്ല. കണ്ണടച്ചോട് പിന്നെ ഹാസ്യച്ചിരിയും. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഹാസ്യാത്മകമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് എത്രയോ സീനിയറായ ഒരാളാണ് പാർട്ടിക്കകത്ത്, എത്രയോ സീനിയറായ ആളാണ്. സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി ഞാൻ വെടിവെല് കൂട്ടാൻ പോയിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ തന്നെ 3 തവണ നിർദ്ദേശിച്ചപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് മാറിയ ആളാണ് ഞാൻ. എനിക്ക് കയറ്റാൻ പറ്റി മതി, ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള എന്നോട് പാർട്ടി തന്നെ 2 തവണ മിനിസ്റ്ററാക്കി, 20 തവണ MLA ആക്കുകയും ആദ്യത്തെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാക്കുകയും 12% സിൻഡിക്കേറ്റിൽ ഇരുത്തുകയും ചെയ്തത് പാർട്ടിക്ക് എന്നിട്ടുള്ള കൂറുകൊണ്ടല്ലേ. ഞാൻ അതിനെ എങ്കിലും ഏതെങ്കിലും തരത്തിൽ പോറിലേൽപ്പിച്ചോ? ഒരു പരാതി ഉണ്ടോ? ഇല്ല. അങ്ങനെ എന്നെപ്പറ്റി സംസാരിക്കുമ്പോൾ സഖാവ് ഗോവിന്ദന് ശ്രദ്ധിക്കണ്ടേ? ഇതല്ലേ സമീപനം? അദ്ദേഹം എന്നെ ചെറ്റയെന്ന് വിളിച്ചു മുഖ്യമന്ത്രി. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ അഭിമാനിക്കുന്നു. കാരണം ചെറ്റപ്പുരയിൽ ചെറ്റക്കുടിൽ താമസിക്കുന്നവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നത്. അല്ല സമ്പന്നന്മാർക്ക് വേണ്ടി മണിമാളികയിൽ ആ അർത്ഥം പോലും പ്രത്യയശാസ്ത്രപരമായി അധികാരത്തിൻ്റെ ഈ വല്ലാത്ത ഒരു എന്താ പറയുന്നത്, അതിനൊരു മൂടൽ മഞ്ഞില്ല. അദ്ദേഹം ഇതൊക്കെ അങ്ങ് മറന്നു പോയിരിക്കുകയാണ്. ഇന്നൊരു കമ്മ്യൂണിസം എന്താണ് ചെറ്റപ്പുരയുടെ അർത്ഥം, ഇതൊക്കെ അങ്ങ് പറയുകയാണ്. പിന്നെ ഞാൻ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്, ഓഗസ്റ്റിലെ ചെളിക്കുണ്ടിൽ. അതിന് ഞാൻ മറുപടി പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ കുട്ടനാട്ടിലെ ചെളിക്കുണ്ടിൽ 4 വർഷം പാർട്ടി പറഞ്ഞിട്ട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു അവിടെ. ഒരു ദിവസം പോലും ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടനാട്ടിലെ ഒരു വരമ്പത്ത് കൂടി നടന്നിട്ടില്ല. ഒരു വരമ്പത്ത് കൂടി നടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു ജില്ല കൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ അറിയപ്പെട്ടത് തന്നെ. ഇവിടെ വന്ന ഇടപെട്ട് ഞങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ടാണ്. PS-ൻ്റെ ആ കരുത്തിൻ്റെ ഒരു നല്ല കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നയപരമായ ചില വ്യത്യാസങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൂടെ പോയില്ല. അദ്ദേഹത്തോടൊരു ബഹുമാനം കുറവില്ല. ഞങ്ങൾ കൂടെ പോയില്ല, പാർട്ടിയോടൊപ്പം നിന്നു. അത് പിണറായി വിജയൻ സഹായരായി പാർട്ടി സെക്രട്ടറിയാണ്. അങ്ങനെ കരുത്തായി ആലപ്പുഴയുടെ പിന്തുണ കിട്ടി. അപ്പോൾ സംസാരിക്കുമ്പോൾ മറന്നു പോകരുത്. അന്ന് എപ്പോഴും സുധാകരൻ വേണമായിരുന്നു. ഞാനൊരു കാര്യം സാധിക്കാൻ പോയില്ല. ഒരു പോസ്റ്റർ എന്നെ വെക്കണമെന്ന് ഇന്നേ വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് പോസ്റ്റർ കിട്ടി. ഇതിനേക്കാൾ വലിയ പോസ്റ്റർ കിട്ടുമായിരിക്കും. അതൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ പ്രവർത്തിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ വേണം, ഞാൻ സ്വയം ഒഴിഞ്ഞതല്ലേ. പാർട്ടി മെമ്പർഷിപ്പ് കൂട്ടണി നടത്തുമ്പോൾ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പാർട്ടി രാജിവെച്ചില്ല, പാർട്ടിയെ കുറ്റം പറഞ്ഞില്ല, പാർട്ടിയെ തന്നെ പുറത്താക്കിയില്ല. അപ്പോൾ എന്നെ വെറുതെ വിട്ടാൽ പോരെ. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരിഗണനയില്ല, ചെളിക്കുണ്ടിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായത്. എനിക്കിവിടെ ജനങ്ങളുടെ പിന്തുണയുണ്ടോ എന്ന് എനിക്കറിയണം. കഴിഞ്ഞ തവണ ഞാൻ സെക്രട്ടേറിയറ്റിൽ ഈ സലാമിൻ്റെ പേര് ഞാനാണ് നിർദ്ദേശിക്കുന്നത്, ചിത്രഞ്ജൻ്റെ പേര് ഞാനാണ് നിർദ്ദേശിച്ചത്. ഞാൻ നിർദ്ദേശിച്ചില്ല, ഇവരുടെ പേര് ആരും നിർദ്ദേശിക്കില്ല. ഞാൻ ആ പേര് നിർദ്ദേശിച്ചതിലൊന്നും ജില്ലാ നേതൃത്വത്തിലുള്ള പലർക്കും എന്നോട് ഭയങ്കര വിരോധമായിരുന്നു. സാർ എന്തിനാണ് അതിൻ്റെ പേര് നിർദ്ദേശിച്ചത്? വനിതാ നേതാവിന് ഒന്നും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. കാരണം അവരുടെ വിചാരം അവർക്കൊക്കെ മത്സരിക്കണം. പക്ഷെ ഞാൻ അവിടെ ഉള്ള ആ പ്രദേശത്തുള്ള 2 പേരുടെ പേര് പറഞ്ഞു. അവർ ജയിച്ചു. ജയിക്കുന്നതിന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു. ഈ വികസനങ്ങളെല്ലാം നടത്തി നമ്മുടെ മേൽപ്പാലമെല്ലാം പണിഞ്ഞങ്ങോട്ട് നിൽക്കുന്ന സമയമാണ്. ആ ഹോട്ടലിൽ ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ 50,000 വോട്ട് ഞാൻ അന്ന് ജയിക്കും. അവർ 2 ടൈം പറഞ്ഞു വേണ്ട, ഞാൻ മാറി, എനിക്ക് പ്രശ്നമില്ല. ഞാൻ മുമ്പിരുന്ന് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പരാതി, ഞാൻ വേണ്ട പോലെ പ്രവർത്തിച്ചില്ല. അങ്ങനെയുണ്ട്. മുൻകൂട്ടി തീരുമാനിച്ച് 3-4 പേര് ഇവിടെ കൂടിയാലോചിച്ച് AKS ചെല്ലുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി പോയത്. ഉടൻ തന്നെ അന്വേഷണം, കരിയപ്പിൻ്റെ അന്വേഷണം. ഭയങ്കര 22 കുറ്റം ഞാൻ ചെയ്തു. കൊലക്കുറ്റം ഒഴിച്ചുള്ള എല്ലാ കുറ്റങ്ങളും ഞാൻ ചെയ്തു. എന്നെ പുറത്താക്കണം. ഇതൊക്കെയാണ് കരിയപ്പിൻ്റെ റിപ്പോർട്ട്. ചർച്ച ചെയ്തപ്പോൾ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടായില്ല. ആരും മിണ്ടിയില്ല, അലക്ഷ്യമായിട്ടിരുന്നു. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ സാരമില്ല, സുധാകരൻ അങ്ങനെയൊന്നും അറിയത് ഒരു താക്കീതിരിക്കട്ടെ, ശ്രദ്ധിക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ജയിപ്പിച്ച് വിട്ട ശേഷം അയാൾക്ക് കൂടാതെ നടത്തി ആരോപണം ഉന്നയിക്കുക, ആരോപണം അസംബന്ധം. ഇത് അതിനുമേൽ കമ്മീഷൻ വെക്കുക. ഉടനെ ഒരു കാര്യമില്ലെങ്കിൽ ഒരു താക്കീത് തരിക. അതൊക്കെ എൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ടത് ഇതിനകത്ത്?
അപ്പം ഞാൻ ചേർന്ന പാർട്ടിയല്ല ഇപ്പോഴുള്ള പാർട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ AKG, VMSഉം CH കണാരനും പുത്തലത്ത് നാരായണനും അങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാർ, VS അച്യുതാനന്ദൻ ഈ പാർട്ടിയെ നയിച്ച കാലത്താണ് 63 വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 15-ാം വയസ്സിൽ ഈ പാർട്ടി ചേരുന്നത്. 18 വയസ്സ് പൂർത്തിയാകണം മെമ്പർഷിപ്പിലെങ്കിലും ഞാൻ പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ വളരെ മിടുക്കനായത് കണ്ടതുകൊണ്ടാണ് അധ്യാപകരായ കമ്മ്യൂണിസ്റ്റുകാരായ അധ്യാപകർ എന്നെ പാർട്ടി ചേർത്തുന്നേ ഉള്ളൂ. എനിക്കന്നും കാര്യമായിട്ടൊന്നും പാർട്ടിയെപ്പറ്റി അറിയില്ല. ഞാനൊന്നും ഒരു പാർട്ടിയിലും ഞാൻ പോയില്ല, ഒരു സ്ഥാനമാനത്തിനും പോയില്ല. ഇപ്പോഴും ഞാനൊരു പാർട്ടിയിൽ ചേർന്നില്ലല്ലോ, ഞാനൊരു പാർട്ടിയിലും ചേർന്നില്ലല്ലോ. ഞാൻ സ്വതന്ത്രമായിട്ടാണ് മനസ്സിലാക്കി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണം, UDF ഞാൻ സഹത്തോടെ സ്വീകരിച്ചു. അവരോട് നന്ദിയുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഒരു ചായ പോലും എൻ്റെ പാക്കറ്റിലെ പൈസ കൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തനം വാങ്ങി കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു നല്ല രാഷ്ട്രീയം ഇവിടെ ഞങ്ങൾ കെട്ടിപ്പടുത്തു. അതിൻ്റെ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്.